നമ്മൾ ആളുകൾ പറയാറുണ്ട് ഞാൻ യാതൊരു പാപവും ചെയ്തിട്ടുള്ള ആളല്ല, എന്നിട്ട് എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ വിധി ഉണ്ടാവണമെന്ന് ആളുകൾ പറയണത് പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാനാണെങ്കിലോ ഇതുവരെ മനസാ വാചാ കർമ്മണ ഒരു പാപം ചെയ്തിട്ടുള്ള ആളല്ല. എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു ടേമാണിത്, മനസാ വാചാ കർമ്മണ ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന്. ആ സാധനത്തിനെയാണ് നമുക്കിവിടെ ഊന്നി പിടിക്കേണ്ടത്. മനസാ കർമ്മണ, മനസാ വാചാ കർമ്മണ, 3 ടൈപ്പിലാണ് ഒരാൾ പാപം ചെയ്യുകയോ പുണ്യം ചെയ്യുകയോ ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശദീകരിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നു പാപം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോരുത്തർക്കും ദുഃഖം ഉണ്ടാകുന്നത്. നമ്മൾ മുമ്പ് ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് പിന്നീട് നമുക്ക് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു സീരിയലായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെയിൻ ആക്ഷനിൽ വന്നുപെടുന്ന സംഗതികളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖമോ ഓർ ദുഃഖമോ. അതിന്റെ മുഴുവൻ കാരണം അന്വേഷിച്ചു കൊണ്ടത് പുറകോട്ടാണ്. അതിന് ശാസ്ത്രത്തിൽ ഒരു പ്രമാണം എഴുതി വെച്ചിരിക്കുന്നത് പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ എന്നാണ്. പൂർവജന്മകൃതമായിട്ടുള്ള പാപം കൊണ്ടാണ് നിങ്ങൾക്ക് വ്യാധി ഉണ്ടാകുന്നത്. വ്യാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം എന്നോ രോഗം എന്നോ എങ്ങനെ വേണമെങ്കിലും അർത്ഥം എടുക്കാം. അത് തന്നെ അതിൽ ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് സ്റ്റാർ മാർക്ക് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞ പൂർവ്വജന്മം ലാസ്റ്റ് മൊമെന്റ് ആണെന്ന്. കഴിഞ്ഞ ജന്മം എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് പോകണ്ട, ഈ ജന്മത്തിലെ കഴിഞ്ഞ മൊമെന്റിൽ എന്തായിരുന്നു അതിന്റെ ബാക്കിയും ഇപ്പൊ വരാം, എന്താണ് സംഭവിച്ചത് അതിന്റെ ബാക്കിയാവാം, അതിന്റെ ചെയിൻ ആവാം. അപ്പൊ പൂർവ്വജന്മത്തിന് അർത്ഥം അത്രേ ഉള്ളൂ.